ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ജിസ്മി ലൂയിസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ചിരിച്ച ആളാണ് ജിസ്മി ലൂയിസ് എന്ന്. അല്ല, അതെൻ്റെ ഫ്രണ്ട് തീർത്ത ജിസ്മി ലൂയിസ് തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. അപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ അല്ല, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് അറിയാൻ കുറേ തെറ്റുകളുണ്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം, വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്താ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റീന ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ്. ട്രിച്ചിയിലാണ് വീട്. അവിടേക്ക് പോകുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഫ്രെഡ് നിൽപ്പുണ്ടായിരുന്നു. ഫ്രെഡിയുടെ ശരിക്കും പേര് ഗോവിന്ദ് എന്നാണ്. അതുപോലെ തന്നെ സാൻഡ്ര നിൽപ്പുണ്ടായിരുന്നു, ഗയാൽ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോകുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങളതേ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ അത് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ വിഷ്ണു സുരേഷ് നിൽപ്പുണ്ടായിരുന്നു, ശ്രീരാജ് വി ആർ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഞാൻ എന്തെങ്ങനെ ഫുൾ നെയിം പറയണമെന്ന്. ഞങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ്, ഞങ്ങൾ എല്ലാവരും ഫുൾ നെയിമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നു അത്. ഇൻഫോ പാർക്കിനുണ്ടെന്നാണ് അവിടെ EXN അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളതേ അവിടുന്ന് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ റിസർവ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് പോവേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. 10:30ക്കാണ് ട്രെയിനിങ്ങിന്. ഞങ്ങളൊരു 9:30 ആകുമ്പോഴത്തേക്ക് എത്തി. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്നായിരുന്നു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കയറി. പിന്നെ ഇതാണ് ഞങ്ങളുടെ വൈറ്റമിൻ സി ആയിട്ടുള്ള പ്രവീൺ നായർ. പക്ഷേ ഞങ്ങളുടെ കൂടെ ജനറലൊന്നും വരില്ല, AC വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും കാശിൻ്റെ ഉങ്കാണെന്ന്. പക്ഷേ അല്ല, ആളൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്, അത് മറ്റൊരു നഗ്ന സത്യം. അങ്ങേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും 2 മക്കളും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണല്ലോ. അപ്പോൾ അവരും വരുന്നുണ്ട് ഈ ഹൗസ് വാമിങ്ങിന്. പക്ഷെ അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് AC എടുത്ത് പോകുന്നത്. ഞങ്ങളുടെ കൂടെ ജനറൽ വന്നു കഴിഞ്ഞാൽ റെഡി ആവില്ല എന്നാണ് ചേട്ടൻ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ ആ ഒരു പിശുക്കനാണ്. പിശുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാൻ ഓൺ ആക്കിയിട്ട് അത് ഓഫ് ആക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലീഫും കൂടി കറങ്ങി കഴിഞ്ഞാൽ മാത്രം എഴുന്നേറ്റ് പോകുന്ന തരത്തിലുള്ള ഒരു പിശുക്കില്ലേ. അങ്ങനെ ദേ നമ്മുടെ അടുത്ത 2 ആളും കൂടി വന്നു, അജോയും അനീറ്റയും. ഇപ്പോൾ ലോക്കോ പൈലറ്റ് പറഞ്ഞത് ഇവർ രണ്ടുപേരും ട്രെയിനിൽ കയറി അപ്പം ട്രെയിൻ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതേ ട്രെയിൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മണ്ടൻ ശാരവണിനെയാണ്. വേറെ ഒന്നുമല്ല, അവൻ അതുവരെ ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക ഇഷ്യൂ കാരണം അവനന്ന് വരാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ അവനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രെഡിന് നേരത്തെ പറഞ്ഞല്ലേ, ഗോവിന്ദ്. അപ്പോൾ ഈ ഗോവിന്ദിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ് ഇസ് ഈക്വൽ ടു ഊക്ക് മേടിക്കുന്ന ആൾ, അങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി ഈ ഗോവിന്ദ് ഉണ്ടെങ്കിലാണ് ട്രിപ്പ് അടിപൊളിയാവുള്ളൂ. ഇപ്പോൾ ട്രിപ്പ് എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഓഫീസിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഗോവിന്ദ് വേണം. ഗോവിന്ദ് ഉണ്ടെങ്കിലാണ് അവിടെ ആ ഫ്ലോറിന് ഓൺ ആവുള്ളൂ ആക്ച്വലി. അതാണ് സംഭവം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെഡിയുടെ കുറേ ജെമിനി ലീലാവിലാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. സാൻഡ്രയാണ് അതിന് ചുക്കം പിടിക്കാനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിറ്റ അവിടെ ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, വാവ് എന്ന് പറഞ്ഞിട്ട്. സംഭവം ഒന്നിനും കൊള്ളൂല. അവൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇനി ഇതൊരു പുലിയുടെ കൂടെയുള്ള ഗോവിന്ദിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഭയങ്കര ഒറിജിനാലിറ്റി ആണെന്നാണ് അനീറ്റ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല ഇവൾ എന്ത് കണ്ടിട്ടാണെന്ന്. ഈ ആൾക്കാർക്ക് വെറുതെ പ്രോത്സാഹനം എന്നൊരു അപകടത്തിൽ തള്ളി നിൽക്കുന്ന ഒരാളില്ലേ, അതാണ് ഈ അനീറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ തള്ളി നമ്മൾ തൃശ്ശൂർ വരെ എത്തി. തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മുടെ സുഗുവിൻ്റെ കുറച്ച് കിളി പോയ പോലെ ഉണ്ട്. അത് മാത്രമല്ല, കിളി പോയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കുറച്ചേരം എഴുന്നേറ്റ് നിൽക്കാമെന്ന് വിചാരിച്ചു. കുറേ ടയേർഡായി എല്ലാവരും. അങ്ങനത്തെ കുറേ ടൈം കഴിഞ്ഞു. നമ്മളിത് പാലക്കാട് എത്തിയപ്പോഴാണ് നമ്മുടെ അരുൺ കയറുന്നത്. അപ്പോൾ അരുൺ കൂടി കയറിയപ്പോൾ നമ്മൾ ജോളി ടൈപ്പായി, എല്ലാവരും ഹാപ്പിയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാനാണെങ്കിൽ 2007 മുതൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഹാപ്പിനെസ് ഇവിടെ ഉണ്ട്. നമ്മൾ പറയില്ലേ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി പ്ലേസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദി പീപ്പിൾ എന്ന് പറയില്ലേ, അത് ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഇൻട്രോവേർട്ടാണ്, ഈ ഗയാൽ എന്ന് പറയുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ആളടക്കം അവിടെ ഇരുന്ന് ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അവൾക്കുണ്ട് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞു. രാവിലെ ആയപ്പോൾ നമ്മൾ ട്രിച്ചി എത്താറായി. നമ്മളിത് ഇറങ്ങേണ്ട ടൈമായിട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. റീന ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു, റീന ചേച്ചിനെ കാണുന്നു, ഹൗസ് വാമിങ്ങിന് പോകുന്നു എന്നതിലൊക്കെ ഉപരി നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂര്യനെ കാണുന്നു എന്നുള്ളതാണ് ഒരു ഹാപ്പിനെസ്. ഏത് സൂര്യൻ? ആകാശത്തുള്ള സൂര്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 കൊല്ലമായിട്ട് നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൂര്യനെ കാണാറില്ല, ചന്ദ്രനെ കാണാറുണ്ട്, പക്ഷേ സൂര്യനായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഈ സൂര്യനെ കാണുന്നു എന്നുള്ളതാണ് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രതിഭാസമുണ്ട് എന്നുള്ളൊരു കാര്യം പോലും നമ്മൾ മറന്നു പോയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി. നമ്മളിതേ അവിടെ ഇറങ്ങി നമ്മളിങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 50 രൂപ കൊടുത്തിട്ടുള്ള ഫ്രഷ് ആവൽ മാത്രമേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൂ. അതായത് അവിടെ ചെന്ന് നമ്മളതേ കുളിച്ച് അടിപൊളിയായത് കുട്ടപ്പന്മാരും കുട്ടപ്പികളും ആയിട്ട് നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അധികം കുട്ടപ്പിയൊന്നും ആയില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ കുട്ടപ്പീസായിട്ട് നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തമിഴന്മാർ മാത്രമല്ല തമിഴ് പറയുന്നത്, അവിടുത്തെ പിച്ചക്കാരും തമിഴിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിതേ പോയി സരസ്വതി കഫേയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഫ്രണ്ടിൽ നടന്ന് ചുക്കാൻ പിടിക്കുന്നത് ശ്രീരാജാണ്. പക്ഷേ ശ്രീരാജനാണെങ്കിൽ ആ കൂടി 2 വേടേ അറിയുള്ളൂ, അണ്ണാച്ചി വളിവിടുങ്കോന്ന്. ഇത് വെച്ചിട്ട് അവൻ എങ്ങനെ ഈ മസാല ദോശ ഓർഡർ ചെയ്തെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല. മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു
എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്, ടാലൻറ്റ് തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളത് ഇറങ്ങിയത് ആ കാണുന്നത് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെ മോളാണ്. പിന്നെ ആ മോളെ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രവീൺ ചേട്ടൻ്റെ അമ്മയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല ഈ 50 വയസ്സുള്ള പ്രവീൺ ചേട്ടൻ എങ്ങനെ ഇത്രയും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു അമ്മ ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കഴിഞ്ഞ് ഈ കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിനെല്ലാവരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ കുട്ടിക്ക് ഒരൊറ്റ എക്സ്പ്രഷനുള്ളൂ, എന്നെ വിടടാ പത്തിമാമ, എന്നെ വിടടി പത്തിമാമി എന്നുള്ളൊരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും ആരും മൈൻഡ് ആക്കിയില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു, എല്ലാവരും ഇതൊക്കെ നമ്മുടെ റീന ചേച്ചി പറഞ്ഞിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. റീന ചേച്ചിയുടെ അഭിപ്രായം മാനിച്ച് നമ്മൾ ആ വണ്ടിയിൽ കയറി പോവാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒരേ മൂഡ്, ആരും ടയേർഡല്ല, എല്ലാവരും ചില്ലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതേ വണ്ടിയിൽ കയറി. പിന്നെ ഇതേ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ എത്തിയപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ തലവി റീന ലിയോ. റീന ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താണ് സുന്ദരിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു റീന ചേച്ചി. അതുപോലെ തന്നെ അവിടെ കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു റൂം എടുത്തു. അപ്പോൾ ആ റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളും പിന്നെ എല്ലാം ഈ ചണ്ടിപ്പണ്ടാറങ്ങളെ പോലെ അവ തന്നെ അവിടെ ഇരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ, അതായത് ഡേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്, നൈറ്റ് ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത്. അത് കാരണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അച്ഛന്മാരൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ ആ ഒരു വീടിൽ നിന്നും ഭയങ്കര കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വീട് ഇങ്ങനെ ആയി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലും ആ ഒരു നന്ദിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ ഇരിപ്പായിരുന്നു. റൂമിൽ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ പ്രവീൺ ചേട്ടൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഭയങ്കര കളിയും ചിരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടികളെ പോലെ ആയിട്ട് നമ്മൾ റീന ചേച്ചിയുടെ പാല് കാച്ചലിൻ്റെ ആ ഒരു പാല് ഗ്ലാസ്സിൽ കുടിക്കുന്നതിന് പകരം നമ്മൾ നിപ്പിളിൽ കുടിച്ചാൽ അങ്ങനെ വരെ ആവാറായി. ആ ഭാഗ്യത്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്. ഫുഡ് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, എല്ലാവരും നോർമലായി എന്നുള്ളതാണ് കാര്യം. പിന്നെ നമ്മൾ വീണ്ടും റൂമിലേക്ക് വന്നപ്പോൾ റീന ചേച്ചി എന്ത് ചെയ്തെന്ന് അറിയാം? റീന ചേച്ചി നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്, കൊന്ത ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഒരു കപ്പ് നമുക്ക് ഗിഫ്റ്റ് തന്നു. അത് എല്ലാവർക്കും ചേച്ചി ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഗിഫ്റ്റ് തന്നു നമുക്ക്. ചേച്ചി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ 2 ദിവസം മുന്നേ റിസൈൻ ഇട്ട് പോയത്. ഇനി ചേച്ചി എന്താണ് ഞങ്ങൾ ഓഫീസിലേക്കൊന്നും വരില്ല, എന്താ കാണാമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ 7:30 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തെത്തി, ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. അതായത് ഞാനങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളല്ലോ, ആദ്യമായിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഒന്നുമില്ല, ഇനി ജസ്റ്റ് നമ്മൾ ട്രെയിൻ കയറുന്നു, വീട്ടിലെത്തുന്നു, ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മറന്നുപോയി ഗൈസ്. പക്ഷെ പേടിക്കേണ്ട, ഇനി മുതൽ ഞാൻ നല്ല വീഡിയോസൊക്കെ എടുത്തോളാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.